മറ്റ് മതങ്ങളിലെ ആചാര്യന്മാരും പണ്ഡിതന്മാരും അവർക്ക് മനസ്സിലായ ആത്മീയ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ചർച്ചകളും സംവാദങ്ങളും നടത്തുമ്പോൾ ഇസ്ലാമിക പണ്ഡിതന്മാർ നടത്തുന്ന സംവാദങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇസ്ലാമിക സ്വർഗത്തിലെ ഹൂറികളുടെ മാരടത്തിൻ്റെ അളവും ചെരിവും എത്രയാണെന്നും ഇസ്ലാമിക സ്വർഗത്തിൽ പ്രവേശനം കിട്ടിയ മുസൽമാൻ്റെ ഉദ്ധരിച്ച ലിംഗം എന്നെങ്കിലും താഴുമോ ഇല്ലയോ എന്നും പ്രസവിക്കാൻ വേണ്ടി പലകയിൽ കിടക്കുന്ന ഭാര്യയുമായി ലൈംഗിക വേഴ്ചയിൽ ഏർപ്പെടാൻ ഭർത്താവിന് ആഗ്രഹം തോന്നിയാൽ ഭാര്യ അത് അനുവദിച്ചു കൊടുക്കണോ വേണ്ടയോ എന്നുമൊക്കെയാണ് ഇസ്ലാമിക മതപണ്ഡിതന്മാർ നടത്തുന്ന ചർച്ചകൾ. അവരുടെ കണ്ണിൽ ഇസ്ലാമിൻ്റെ ആത്മീയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ആസ്തിക്യവാദികളായ മറ്റു മനുഷ്യർ ചിന്തിക്കുന്ന തരത്തിലുള്ള ഒരു ആത്മീയതയും ഇസ്ലാം എന്ന് പറയുന്ന മതത്തിനകത്തില്ല. കേവലം ജഡികമായ കാര്യങ്ങളെയാണ് വലിയ സംഭവങ്ങളായി ആ മതത്തിൽ മുഹമ്മദ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവർക്ക് ആശയതലത്തിൽ ഒരാളുടെ മുമ്പിലും പിടിച്ചു നിൽക്കാൻ പറ്റാത്തത്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ